വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. വിധി എഴുതുന്നത് 7 ജില്ലകളിലെ 142 മണ്ഡലങ്ങളാണ്. മുഖ്യമന്ത്രി മമതാ ബാനർജിയും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും ഉൾപ്പെടെ 1448 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട്. വോട്ടെടുപ്പിനോടനുബന്ധിച്ച് ബംഗാളിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. എന്തായാലും അവസാനഘട്ട വോട്ടെടുപ്പാണ് പശ്ചിമ ബംഗാളിൽ. നമുക്കറിയാം, മമതാ ബാനർജിയും സുവേന്ദു അധികാരിയും ഏറ്റുമുട്ടുന്ന ഭവാനിപ്പൂരിൽ ഉൾപ്പെടെ കനത്ത വോട്ടെടുപ്പ് നടക്കുന്ന അല്ലെങ്കിൽ കനത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു സംഘർഷ സാഹചര്യം ഉള്ളതിനാൽ കനത്ത സുരക്ഷ എല്ലായിടത്തും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. തുടക്കത്തിലെ കാണുന്നൊരു എങ്ങനെയാണ് ആളുകളുടെ ഒരു തിരക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ പോളിംഗ് സ്റ്റേഷനുകളിൽ? ശ്രീജ, ഗുഡ് മോർണിംഗ്. പശ്ചിമ ബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 6 മണിയോടുകൂടി തന്നെ നടപടികൾ ആരംഭിച്ചിരുന്നു. മോക്ക് പോളിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചു. കൃത്യം 7 മണിക്കിപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങുന്നു. അതായത് ഒന്നാം ഘട്ടത്തിന് സമാനമായി ഉയർന്ന പോളിംഗ് രണ്ടാം ഘട്ടത്തിലും അവസാന ഘട്ടത്തിലും രേഖപ്പെടുത്തുമെന്നുള്ളത് തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വിലയിരുത്തൽ. കാരണം അത്രയധികം വാശിയേറിയ പോരാട്ടമാണ് ബംഗാളിന്റെ മണ്ണിൽ ഇത്തവണ നടന്നിട്ടുള്ളത്. ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസും ബംഗാൾ പിടിച്ചെടുക്കുന്നതിനു വേണ്ടി BJPയും അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഒടുവിലത്തെ വോട്ടറെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നു. ഒപ്പം പോളിംഗ് ശതമാനം ഉയർത്തുന്നതിനുള്ള കാര്യപരിപാടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ശ്രീജ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു പ്രശ്നം അക്രമ സംഭവങ്ങളാണ്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിനിടയിലും മുർഷിദാബാദ് ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും സംഘർഷം റിപ്പോർട്ട് ചെയ്തിരുന്നു. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നതിൽ സംഘർഷ സാധ്യതയുള്ള മേഖല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും പ്രധാനം നോർത്ത് 24 പർഗാനസ് ജില്ലയാണ്. ഇവിടങ്ങളിൽ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും ഒപ്പം പൊതുയിടങ്ങളിലും അതിർത്തി മേഖലകളിലുമെല്ലാം തന്നെ കേന്ദ്രസേനയും ഒപ്പം സംസ്ഥാന പോലീസിനെയും വിന്യസിച്ചുകൊണ്ട് കനത്ത സുരക്ഷാ വലയത്തിലാണ് പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. 7 ജില്ലകൾ കൊൽക്കത്ത, ഹൗറ, ഹൂഗ്ലി, നോർത്ത് സൗത്ത് 24 പർഗാനസ് ഉൾപ്പെടെ 7 ജില്ലകളിലെ 142 മണ്ഡലങ്ങളാണ് ഇന്ന് ജനവിധി രേഖപ്പെടുത്തുന്നത്. അതിൽ സുവേന്ദു അധികാരിയും മുഖ്യമന്ത്രി മമതാ ബാനർജിയും നേർക്കുനേർ മത്സരിക്കുന്ന ഭവാനിപ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ കോട്ടകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കഴിഞ്ഞ 3 തവണയായി തൃണമൂൽ കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഏറ്റവും കൂടുതലുള്ള മേഖലയാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന വടക്കൻ ബംഗാൾ മേഖല കഴിഞ്ഞ തവണ BJPക്ക് കൂടുതൽ മണ്ഡലങ്ങൾ നൽകിയിട്ടുള്ള പ്രദേശമാണ്. അതിർത്തി പ്രദേശങ്ങൾ അതിൽ കഴിഞ്ഞ തവണ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് രണ്ടാം ഘട്ടത്തിലെ തൃണമൂൽ കോട്ടകൾ പൊളിക്കാൻ സാധിച്ചാൽ മാത്രമേ BJPക്ക് ബംഗാളിൽ ഒരു സാധ്യതയുള്ളൂ. അതെല്ലാം ഈ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും കഴിഞ്ഞ തവണകളിന് സമാനമായി തൃണമൂൽ കോൺഗ്രസ് കൈയടക്കി വെക്കുകയാണെങ്കിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന മണ്ഡലങ്ങളിലെ സീറ്റുകളിൽ ചെറിയ കുറവ് വന്നാൽ പോലും ഭരണ തുടർച്ച തൃണമൂൽ കോൺഗ്രസിനുണ്ടാകാനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും ശക്തമായ പോരാട്ടമാണ് ബംഗാളിൽ നടന്നിട്ടുള്ളത്. 2011 മുതൽ അവിടെ അധികാരത്തിലുള്ള തൃണമൂൽ കോൺഗ്രസും ഒപ്പം നിലവിലെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള BJPയും തമ്മിൽ കടുത്ത പോരാട്ടം നടന്നു. ബംഗാളിലൊരു രാഷ്ട്രീയ ചിത്രം നമുക്കറിയാം. വർഷങ്ങളോളം ഇടതു ഭരണം നടന്ന സംസ്ഥാനം 2011 തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയിലൂടെ തൃണമൂൽ കോൺഗ്രസിന്റെ കൈകളിലേക്ക് എത്തുന്നത്. അന്ന് 2011 തൃണമൂൽ കോൺഗ്രസ് ബംഗാളിന്റെ ഭരണം പിടിച്ചെടുക്കുമ്പോഴും അവിടെ മുഖ്യ പ്രതിപക്ഷമായി മാറിയത് CPMഉം ഒപ്പം കോൺഗ്രസുമായിരുന്നു. 40-നടുത്ത് സീറ്റ് കോൺഗ്രസിനും CPMനും ഉണ്ടായിരുന്നു. 180-ൽ കൂടുതൽ സീറ്റുകളായിരുന്നു തൃണമൂൽ കോൺഗ്രസിന് ലഭിച്ചത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം ഉയർത്തുകയല്ലാതെ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ട വന്നൊരവസ്ഥ തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജിക്കും ഉണ്ടായിട്ടില്ല. ഭൂരിപക്ഷം 200-ന് മുകളിലേക്ക് 294 അംഗ നിയമസഭയിൽ ഭൂരിപക്ഷം 200-ന് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടായിരുന്നു തൃണമൂലിന്റെ യാത്ര. പക്ഷെ അവിടെ സംഭവിച്ചത് പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസും CPMഉം തകർന്നടിയുകയും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 4 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന BJP
2021 നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും 77 സീറ്റുകൾ നേടിക്കൊണ്ട് മുഖ്യ പ്രതിപക്ഷമായി മാറി. 2026 നിലവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രതിപക്ഷമായ BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള കനത്ത പോരാട്ടമാണ്, വാശിയേറിയ പ്രചാരണമാണ് നടന്നിട്ടുള്ളത്. ചൂടേറിയ വാദപ്രതിവാദങ്ങൾ, അത് SIR മുതൽ വനിതാ സംവരണവും അനധികൃത കുടിയേറ്റവും അടിസ്ഥാന സൗകര്യ വികസനവും ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ വാശിയേറിയ പ്രചാരണം, ചൂടേറിയ വാദപ്രതിവാദങ്ങൾ തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാം ഘട്ടത്തിന് സമാനമായി രണ്ടാം ഘട്ടത്തിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തും. റെക്കോർഡ് പോളിംഗ് ആണ് ഒന്നാം ഘട്ടത്തിൽ എന്തായാലും ബംഗാളിലെ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്ന് കഴിയുകയാണ്. അതോടുകൂടി ഈ കേരളം ഉൾപ്പെടെയുള്ള 5 എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് വൈകിട്ടോടുകൂടി പുറത്തുവരും. ആ ഒരു ആകാംക്ഷയിൽ തന്നെയല്ലേ എല്ലാ പാർട്ടികളും? ശ്രീജ, തീർച്ചയായും എക്സിറ്റ് പോളുകളിലേക്കാണ് ഇനി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കണ്ണുകൾ. ബംഗാളിൽ വോട്ടെടുപ്പ് അവസാനിച്ചാൽ ഉടൻ തന്നെ 6 മണിയോടുകൂടി വോട്ടെടുപ്പിന്റെ നടപടിക്രമങ്ങൾ അവസാനിക്കും. അതിന്റെ മുഴുവൻ നടപടിക്രമങ്ങളും അവസാനിച്ച ശേഷമേ എക്സിറ്റ് പോളുകൾ പുറത്തു വരാവൂ എന്ന കർശനമായ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് 6:30 മുതൽ 6:30-7 മണിക്കുള്ളിൽ തന്നെ വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പുറത്തുവരും. അതായത് ഓരോ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ, ഈ 5 സംസ്ഥാനങ്ങളിലാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. കേരളവും തമിഴ്നാടും പുതുച്ചേരിയും അസ്സാമും ബംഗാളുമാണ് ഇത്തവണ ഈ ഒരു സമയത്ത് ഒരുമിച്ച് ജനവിധി രേഖപ്പെടുത്തിയത്. ഈ 5 ഇടങ്ങളിലും ജനങ്ങൾ എങ്ങനെ ചിന്തിച്ചു എന്നത് സംബന്ധിച്ചൊരു ഫലമായിരിക്കും എക്സിറ്റ് പോളുകളിലൂടെ പുറത്തു വരിക. കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ എക്സിറ്റ് പോളുകൾക്ക് സമാനമായി BJP അധികാരത്തിൽ വന്നിരുന്നു. പക്ഷേ ഹരിയാന തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ യാതൊരു തരത്തിലും യഥാർത്ഥ ഫലത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് എക്സിറ്റ് പോളുകൾ യഥാർത്ഥ ഫലമാണ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും ഒരു ട്രെൻഡ് എന്തായിരിക്കും എന്ന് വളരെ കൃത്യമായി എക്സിറ്റ് പോളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 2 തവണ 10 വർഷമായി CPM ഭരിക്കുന്ന സംസ്ഥാനത്ത് ഒരു ഭരണ തുടർച്ചയുണ്ടാകുമോ, അതല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുമോ എന്നുള്ള വലിയ ആകാംക്ഷയുണ്ട്. ഒപ്പം അസമിൽ BJPയുടെ ശക്തമായ തേരോട്ടമാണ് നടന്നത് എന്ന പ്രതികരണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നു. അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ജനങ്ങൾ എങ്ങനെ ചിന്തിച്ചു എന്നത് സംബന്ധിച്ചൊരു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഇന്ന് ബംഗാളിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായാലുടൻ തന്നെ പുറത്തുവരും. തീർച്ചയായും ജിഷ്ണു, എന്തായാലും ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ ബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വോട്ടെടുപ്പ് തീരുന്നതോടുകൂടി എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വരും. ആർക്കായിരിക്കും അതിൽ ഒരു മേൽക്കൈ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. വിവരങ്ങളുമായി ചേരുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.